ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഷിക. പ്രണയമയൂരി എന്ന ചാനലിന് ശേഷം നമ്മൾ പുതിയൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അഷിക സ്റ്റോറി ടെല്ലർ എന്നാണ് ചാനലിന്റെ പേര്. അവിടെ ഇന്നലെ മുതൽ നമ്മളൊരു പുതിയൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയ എഴുത്തുകാരി, നമ്മുടെ അസുര പ്രണയം എന്ന് പറയുന്ന ആ സൂപ്പർ ഹിറ്റ് സ്റ്റോറി നമുക്ക് സമ്മാനിച്ച രുദ്രാംശി പാർവതി എഴുതുന്ന എന്റെ മാത്രം എന്ന സ്റ്റോറി ഇന്നലെ മുതൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. പുതിയ ചാനലിലെ ലിങ്ക് നമ്മുടെ പ്രണയമയൂരി എന്ന ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഉണ്ട്. എല്ലാവരും കയറി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. അല്ല, പാല് വേണ്ടേ? അവളെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. ആ, എന്തായാലും നീ കൊണ്ടുവന്നല്ലേ, നമുക്കൊന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞത് ഐഷ് വേഗം തന്നെ പകുതി പാലെടുത്ത് കുടിച്ചുകൊണ്ട് നേരെ ബെഡിൽ പോയി കിടന്നു. ധ്രുവ് അവളുടെ ഓട്ടം കണ്ടൊന്ന് ചിരിച്ച് ബാക്കി പാലും എടുത്തു കുടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്ത് ബെഡിൽ വന്ന് കിടന്നു. ഐഷു അപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചാണ് കിടക്കുന്നത്. അവളുടെ കള്ള ഉറക്കം കണ്ട് ധ്രുവിൽ കുസൃതി തോന്നി. പതിയെ അവളുടെ ടോപ്പ് നോക്കി നഗ്നമായ വയറിൽ തലോടിക്കൊണ്ട് മുകളിലേക്ക് കയറിയത് ഐഷു വേഗം കണ്ണുകൾ തുറന്ന് ധ്രുവിനെ നോക്കി. അവിടെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ധ്രുവിനെയാണ് കണ്ടത്. തുടരും. എന്റെ മുരുക, കാലം രണ്ടും കൽപ്പിച്ചാണല്ലോ, അങ്ങോട്ടേക്ക് തന്നെയാണല്ലോ കൈയും കൊണ്ടുവരുന്നത്. മാറ്റാൻ നോക്കിയിട്ട് ഉടുമ്പ് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചിരിക്കുന്നത്. അവന്റെ കൈയുടെ ചലനത്തിൽ ഐഷു എന്ന് വിറച്ച് ധ്രുവിനെ തടയാനാവാതെ നോക്കുന്നുണ്ട്. പക്ഷെ ടോപ്പിന്റെ ഉള്ളിലായതുകൊണ്ട് മാറ്റാനും സാധിക്കുന്നില്ല. അതെ, വിറച്ചുകൊണ്ട് അവൾ വിളിച്ചു. കൈ ഒന്ന് മാറ്റോ? ഇല്ലെങ്കിൽ ഒന്നുമില്ല. അവന്റെ മുഖഭാവം കണ്ടത് ഐഷു പറയാൻ വന്നത് വിഴുങ്ങി അടങ്ങിക്കിടന്നു. ഒന്നുകൂടെ അവന്റെ കൈ തന്റെ വലതും മാറിന് തൊട്ട് താഴെയാണെന്ന് കണ്ടത് ഐഷു വിറക്കാൻ തുടങ്ങി. മുഖത്തും കഴുത്തിലും വിയർപ്പുകൾ പൊടിഞ്ഞു. ഉമിനീരിറക്കാതെ അങ്ങനെ തന്നെ കിടന്നു. ഒടുവിൽ അവിടെ അവന്റെ കൈ കൊണ്ട് പതിയെ തഴുകിയത് ഐഷു വീണ്ടും വിറച്ചുകൊണ്ടിരുന്നു. അവൻ പതിയെ അവളുടെ മറകിൽ ചൂണ്ടുവിരൽ കൊണ്ട് വട്ടമിട്ടുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഐഷു ഉമിനീരിറക്കാൻ കഴിയാതെ ഐസായി നിൽക്കും. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ മാറിൽ പിടിമുറുക്കിയതും ഐഷു അലറിപ്പോയി. അവളുടെ ശബ്ദം കേട്ട ധ്രുവ് ഒന്നുകൂടി അമർത്തിയതും ഐഷു ഇരു കൈകൾ കൊണ്ട് തന്റെ വാ പൊത്തിപ്പിടിച്ചു വേണ്ടെന്ന് തലയാട്ടി. അവനൊന്നും കൂടെ അവിടെ അമർത്തിക്കൊണ്ടിരുന്നു. അമർത്തുന്നതിനനുസരിച്ച് അവളിൽ നിന്ന് സിൽക്കാരം പുറത്തേക്ക് വരും. ഐഷു എത്രയൊക്കെ തടയാൻ നോക്കിയിട്ടും സാധിച്ചില്ല. ഉണ്ണിയേട്ടാ, ഐഷു വിളിച്ചത് ധ്രുവിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ഒന്നുകൂടി അമർത്തിയത് അവൾ അവന്റെ പേര് വിളിച്ചു കൂവിപ്പോയി. ഉണ്ണിയേട്ടാ, പ്ലീസ്. അവനൊന്ന് ഉയർന്നു പൊങ്ങി ഇടത് കൈയാൽ ഐശ്വര്യ ഒന്ന് ചരിച്ചുകൊണ്ട് ഇട്ടിരുന്ന ടോപ്പ് ഞൊടിയിടയിൽ വലിച്ചു ഊരിക്കളഞ്ഞു. ഐശ്വര്യ പകപ്പോടെ അവനെ നോക്കി. ധ്രുവേ, അവൾ വിളിക്കാൻ തുടങ്ങുന്നത് ഐഷുവിന്റെ ചുണ്ടിൽ വിരൽ വെച്ചു അവൻ. എനിക്ക് ഈ പേരിനേക്കാൾ ഇഷ്ടം നീ വിളിക്കില്ലേ ഉണ്ണിയേട്ടൻ. അതാ. എന്തേ വിളിക്കില്ലേ നീ എന്നെ? വളരെ ഹസ്കി വോയിസിൽ അവൻ അവളുടെ ചെവിത്തട്ടിൽ പറഞ്ഞതും ഐഷു അവന്റെ നിശ്വാസത്തിൽ വിറങ്ങലിച്ചു പോയി. അവന്റെ കണ്ണിലെ പ്രണയം കണ്ടതും ഐഷുവിൽ എന്തൊക്കെയോ സംശയം തോന്നി. അവന്റെ കണ്ണുകളെ താങ്ങാൻ സാധിക്കാതെ മുഖം തിരിച്ച് അവൾ കിടന്നു. തിരിച്ച മുഖത്തേക്ക് നോക്കി പതിയെ അവന്റെ നേരെ ആക്കിയതും ഐഷുവിന് ചിന്തിക്കും മുമ്പ് അവൻ ചുണ്ടിലേക്ക് ചേക്കേറി. വളരെ പതിയെ സാവകാശം ഇരു ചുണ്ടുകളും നിറഞ്ഞുകൊണ്ടിരുന്നു. കൂടെ അവന്റെ കൈകളും അവളുടെ മാറിൽ പിടിമുറുക്കിക്കൊണ്ട് അവയെ താലോലിച്ച് ഐഷുവിന് മാറിൽ അനുഭവപ്പെട്ട വേദനയും ചുണ്ടിൽ നൽകുന്ന സുഖമുള്ള നോവും എല്ലാം മറ്റൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഐഷുവിന്റെ മൂളൽ കേട്ട് ധ്രുവ് ഒന്നുകൂടി ആവേശത്തിൽ ഇരു ചുണ്ടുകളും നുണഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവളെ എടുത്തുയർത്തിക്കൊണ്ട് തന്റെ മടിയിലിരുത്തിയത് ഐഷു അന്തം വിട്ട് അവനെ നോക്കി. പക്ഷെ അവളുടെ ചുണ്ടിന്റെ മാന്ത്രികതയിൽ ഇരു കണ്ണുകൾ വടച്ച് ചപ്പി വലിക്കുകയാണവൻ. അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മേൽ ചുണ്ടിനെ നുണഞ്ഞു വിട്ടുകൊണ്ട് നാവിലേക്ക് ചേക്കേറി. അവളുടെ മാറുകൾ അവന്റെ ഉറച്ച ശരീരത്തിൽ അമർന്നതും ഐഷു വിറച്ചു. ഐഷുവിന്റെ കൈകൾ അവന്റെ തലമുടിയിൽ കോർത്തതും അവനൊന്നു നിന്നു. അവൻ നിർത്തിയ ചുംബനം അവൾ ഏറ്റെടുത്തതും അവന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവളെ നോക്കി
ഇരു കണ്ണുകളും അടച്ച് തന്റെ നാവിനെ ഉറിഞ്ചി കുടിക്കുകയാണ് അവൾ. ആദ്യമായിട്ടായതിനാൽ അതിന്റെ എല്ലാ പോരായ്മകളും അവളിലുണ്ട്. എന്നാലും അവൻ അവൾക്ക് കൂടുതൽ ബലം നൽകാതെ അവൾക്ക് വിധേയമായി നിന്നുകൊടുത്തു. അവൻ എന്ന മാന്ത്രിക ലോകത്തെത്തപ്പെട്ടതുപോലെ അവൻ തന്നിലേക്ക് ചേർത്തുകൊണ്ട് നാവിൽ നിന്നും മാറി അവന്റെ ഇളം റോസ് ചുണ്ടുകൾ നിവർന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായത് ഐഷുപതി അവന്റെ ചുണ്ടിനെ മോചിപ്പിച്ച് കിതച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഐഷുവിന് ബോധം വന്നത്. താനിപ്പോ എന്താ ചെയ്തതെന്ന്. ധ്രുവിനെ നോക്കാൻ കഴിയാതെ അവൾ തലകുനിച്ചു നിന്നു. സമ്മൽ തോന്നി. അവളുടെ ഇപ്പോഴത്തെ മൗനം കണ്ടത് ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ട് താടിയിൽ പിടിച്ച് മുഖമുയർത്തി ഇരു കണ്ണുകളും മുറുക്കി അടച്ചുകൊണ്ട് അവനെ നോക്കാതിരിക്കുകയാണ്. ഓപ്പൺ യുവർ ഐസ് ഇഷ. ഇല്ലെന്ന് തലയാട്ടിയത് ധ്രുവിൽ വീണ്ടും കുസൃതി തോന്നി. പതിയെ അവളുടെ വലതു മാറി ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കറക്കി അമർത്തിയത്. ആ ഐഷു കണ്ണുകൾ ഉയർത്തി നോക്കി അവനെ കെട്ടിപ്പിടിച്ചു. മുഖം നെഞ്ചിൽ അമർത്തി കിടന്നു. ഇഷ ഇഷ നിനക്ക് നാണം തോന്നുന്നുണ്ടോ? എന്തിന്? അതൊന്നുമില്ല. വീരശൂര പരാക്രമിയായ ഐഷു ധ്രുവിന് നാണമോ? പക്ഷെ നിന്റെ കണ്ണിൽ എന്റെ അതേ പ്രണയം കാണുന്നെന്ന് അന്ന് നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും പറയാനായിട്ടുള്ള സമയമായിട്ടില്ല. ആകുമ്പോ ഞാൻ തന്നെ പറയും. ഒന്നു മാത്രം ഞാൻ ഉറപ്പു പറയാം. നിന്നോടുള്ള എന്റെ പ്രണയം ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് കേട്ടത് ഐഷോനെ മുഖമുയർത്തി നോക്കി. അതെ ഈശോ, പിന്നെ നിന്റെ ആ ഫോട്ടോ കണ്ടതിനാണ് നിന്റെ ഒളിച്ചു കളിയെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ എന്നോ കണ്ടതാണ് നിന്റെ ആ ശരീരത്തിലെ ആ മർഗനെ. ഞെട്ടി. ഐഷു അടപടലം ഞെട്ടി. എപ്പോ? അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ തന്നെ എല്ലാം പറയും. അതുവരെ സർപ്രൈസ്. അവളുടെ ചുണ്ട് ഒന്ന് മുത്തിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ ഈ കാര്യം ഈ കുഞ്ഞു തലയിലിട്ട് ഒരുപാട് പോയിക്കുണ്ട്. എന്നാ ഉറങ്ങിക്കോ. ഐഷുവിനെ തന്റെ നെഞ്ചിൽ കിടത്തിയതും അവളുടെ മാറുകൾ തന്റെ നെഞ്ചിൽ അമർന്നതും ഐഷു കണ്ണുകൾ അടച്ചുപോയി. അവൻ അതറിഞ്ഞ പോലെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിടന്നു. ദശ റൂമിലേക്ക് കയറിയതും എന്തോ ആലോചിച്ച് നിൽക്കുന്ന അച്ചുവിനെയാണ് കണ്ടത്. അവളെ കണ്ടത് നെറ്റിയൊന്ന് ചുളിച്ചു നോക്കി. അഹി. അച്ഛൻ എട്ടിപ്പിടന്ന് ചുറ്റും നോക്കി. ഡോറടച്ച് കുറ്റിയിട്ട് തന്റെ അടുത്തേക്ക് വരുന്ന ദക്ഷിനെയാണ് അവൾ കണ്ടത്. നീ എന്താലോചിച്ച് നിൽക്കുവാ? ചുമൽ കൂച്ചി കാണിച്ചു. ദശ ഒന്നുകൂടെ നോക്കിയത് പെണ്ണൊന്ന് പേടിച്ചു. ഒന്നുമില്ല. അവന്റെ നോട്ടം കണ്ട് അച്ചു വിക്കി പറഞ്ഞു. അപ്പോൾ എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ല ദശേട്ടാ. അവനൊന്നുകൂടെ അവളെ രൂക്ഷമായി നോക്കിയത്. അത് അന്ന് എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തേ? എങ്ങനെയൊക്കെ? അത് ഇവിടെ തന്റെ വയറിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറയാൻ ശ്രമിച്ചു. അവിടെ എന്താ? അല്ല, ഇവിടെ ഞെവിൾ റിംഗ് കുത്തിയില്ലേ? അതോ? ഒരുതരം ഭാവത്തോട് അവൻ അവളോട് ചോദിച്ചു. ദക്ഷിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അച്ചു ഒന്ന് പേടിച്ച് പുറകോട്ട് നീങ്ങി. നിനക്കറിയണോ? അവൾ വേണമെന്ന് വേണ്ടതും തലയാട്ടി. എന്തായാലും എന്റെ ഭാര്യ ആദ്യമായൊരു കാര്യം ചോദിച്ചല്ലേ, പറയാം. അവളെ നോക്കി ഒന്ന് താടിയൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. വേണ്ടത് ചേട്ടാ, ഞാൻ ചുമ്മാ വെറുതെ ചോദിച്ചതാ. ഒരുപാട് കാര്യങ്ങൾ നീ അറിയാനുണ്ടാഹി. ഇപ്പോ അല്ല, പിന്നീട്. അതെല്ലാം നീ തന്നെ കണ്ടെത്തണം. എന്നാലേ നീ അതിൽ നിന്നും പുറത്തേക്ക് വരും. ഇല്ലേ ഒരു വയലിൽ അകപ്പെട്ട കിളിയെപ്പോലെയാകും നീ. അച്ചു ഒന്നും മനസ്സിലാകാതെ ദക്ഷിനെ നോക്കി. ഇപ്പോ ഒന്നും മനസ്സിലാകില്ല, പിന്നീട് എല്ലാം മനസ്സിലാകും. പിന്നെ ഇവിടെ. അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ഇവിടെ എനിക്കത് കുത്തണമെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. എന്തേ? ഒന്നുമില്ല ചേട്ടാ. ദക്ഷിന്റെ മുഖത്തെ ഭാവം മാറിയത് അച്ചു ഒന്ന് പതറി. പതിയെ ഇടത് കൈ അവളുടെ പിൻകഴുത്തിൽ പിടിച്ചുകൊണ്ട് ആ താമര ചുണ്ടിലേക്ക് ചേക്കേറി. ഇരു ചുണ്ടുകളും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. ഇരുവരും കണ്ണുകൾ അടച്ചു. വലത് കൈ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിക്കൊണ്ട് ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. വലത് കൈ പതിയെ ചുരിദാർ വകഞ്ഞു മാറ്റിക്കൊണ്ട് പൊക്കിൽ ചുഴിയിലൊന്ന് അമർത്തിപ്പിടിച്ചത്
അച്ചു വാ തുറന്നുപോയി. ആ നിമിഷം തന്നെ അവൻ തന്റെ നാവിനെ ഉള്ളിലേക്ക് കയറ്റി. അച്ചു ഒന്നുകൂടി തന്റെ ഇരു കൈകളും കൊണ്ട് അവനെ വലിഞ്ഞു മുറുക്കി. അതറിഞ്ഞ അവനൊന്നുകൂടി അവളിലേക്ക് കൈകൾ അമർത്തിക്കൊണ്ടേയിരുന്നു. പതിയെ അവൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ആഴമുളന്നത് അച്ചു ഒന്ന് കുതറിക്കൊണ്ട് ഉയർന്നു പൊങ്ങി. അവളെ ഒന്നുകൂടി അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ചുംബിച്ചു. ശ്വാസം കിട്ടാതെ വന്നത് അച്ചു അവന്റെ പുറത്തിനിട്ട് മാന്തുകയും ഇടിക്കുകയും ചെയ്തു. പതിയെ ഒന്നുകൂടി ആ നാവിനെ അമർത്തി ചുംബിച്ചുകൊണ്ട് നുണഞ്ഞു വിട്ടു. അവളെ നോക്കി കണ്ണുകളടച്ച് ശ്വാസം ആഞ്ഞു വലിക്കുകയാണ്. ശ്വാസം വലിക്കുന്നതിനനുസരിച്ച് മാറുകൾ ഉയർന്നു താന്നുകൊണ്ടിരുന്നു. അവൻ അവിടേക്കൊന്ന് നോക്കി അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കണ്ണുകളടച്ച് കുറച്ചു നേരം ഇരുന്നു. അവളിൽ നിന്നും അകന്നു മാറി അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു എൻവലപ്പെടുത്ത് അച്ചുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അച്ചു അവനെയും ആ എൻവലപ്പിനെയും മാറി മാറി നോക്കി. തുറന്നു നോക്കാൻ അവൻ കണ്ണുകളാൽ പറഞ്ഞത്. അച്ചു അത് തുറന്നു. കണ്ണുകൾ മിഴിച്ചു നിൽക്കുന്ന അച്ചുവിനെ കണ്ട് അവനിൽ കുസൃതി തോന്നി. പതിയെ അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. അപ്പോൾ പെണ്ണിന് ബോധം വന്നിട്ടില്ലേ? പതിയെ അവളുടെ ചുരിദാറ് പൊക്കി വയറിൽ മുഖം അമർത്തിയതും അച്ചു ഒന്ന് ഉയർന്നു പൊങ്ങി കൈകൾ ആ എൻവലപ്പിൽ മുറുക്കി. അവൻ അവളുടെ നാക്കിനാലൊന്ന് ഒഴിഞ്ഞത്. അച്ചു അവനെ ഒന്നുകൂടെ അവിടേക്ക് അമർത്തി പിടിച്ചു. ദക്ഷ് വിളിക്കാൻ പോയവൾ ചൂണ്ടിൽ വലത് കൈകൊണ്ട് ഷൂ എന്ന് കാണിച്ചത് അവിടെ ഒന്നുകൂടി നുണഞ്ഞു വിട്ടുകൊണ്ട് അവളിൽ നിന്നും മാറി. എനിക്ക് എല്ലാ അർത്ഥത്തിലും അവിടെ വെച്ചായിരിക്കും നിന്നെ സ്വന്തമാക്കേണ്ടത്. 5 days ഉണ്ട്. നാളെ നമ്മൾ വൈകുന്നേരം തിരികെ പോകും. അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല. സോ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദക്ഷ അവളെയും കൊണ്ട് പതിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. ഐശ്വര്യ രാവിലെ കണ്ണു തുറന്നതും തന്റെ കയ്യിലിരിക്കുന്ന എൻവലപ്പ് കണ്ട് മുഖം ചുളുക്കി നോക്കി. ഇതെന്താ? ഇനി റിസൈൻ ലെറ്റർ വല്ലതും ആണോ? കണ്ടിട്ട് അതൊന്നും അല്ലെന്ന് തോന്നുന്നു. എന്തായിരിക്കും? തുറന്നു നോക്കാം. തുറന്നതും ഐശ്വര്യന്റെ കണ്ണുകൾ ബുൾസെ പോലെ പുറത്തേക്ക് വന്നു. ഇതേത് സ്ഥലം? ഇതെവിടെയാ എന്റെ മുരുക? അവൾ ഡേറ്റ് നോക്കിയത് ഞെട്ടി. ഇനി 5 ദിവസമേ ഉള്ളൂ. ഉമിനീരിറക്കിക്കൊണ്ട് ഐഷ് ചുറ്റും നോക്കി. തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടത് ഐഷ് ഒന്നുകൂടി ഞെട്ടി. എന്തേ എന്റെ വീരശൂര പരാക്രമി ഭാര്യയെ? അല്ല, ഈ സ്ഥലത്താണോ പോകുന്നേ? അതെ. അതല്ല, അവിടേക്ക് ഇപ്പൊ എന്തിനാ പോകുന്നേ? ബിസിനസ് മീറ്റിംഗ് ആണോ? അതൊന്നുമല്ല, നമ്മുടെ ഹണിമൂൺ. ഐശ്വര്യ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ഹണിമൂൺ? ഇപ്പൊ അധികം തലപോക്കണ്ട. സമയാകുമ്പോ ഞാൻ പറയാം. നീ പോയി ഫ്രഷ് ആയോ? എന്റെ മുരുക, അവിടെ എന്നൊക്കെ പറയുമ്പോ പാമ്പുള്ള സ്ഥലമല്ലേ? എന്തേലും ആവട്ടെ. ഐഷു വേഗം ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും കൂടിയാണ് കഴിച്ചത്. എടി, അപ്പു ഐഷുവിനെ തോണ്ടി വിളിച്ചു. എന്താടാ? അതെ, ഞാനും നിങ്ങൾ പോകുമ്പോ അങ്ങോട്ട് വന്നോട്ടെ. നീ ഇപ്പൊ എത്രയിലാ പഠിക്കുന്നേ? 9. അപ്പൊ നീ പഠിക്കട്ടാ ചുള്ളിക്കമ്പേ. നീ പോടി കൊന്ന തെങ്ങി. എടാ നീ പോടി. അപ്പു ഓടിയത് ഐഷോന്റെ പുറകെ ഓടി. ഒരു കാലെടുത്ത് വെച്ചത് കയ്യിലൊരു പിടി വീണു. നോക്കിയപ്പോ ധ്രുവ് കയ്യിൽ പിടിച്ചു വെച്ചേക്കുന്നു. അത് പിന്നെ കഴിക്കടിയിരുന്നു. അവന്റെ അലർച്ചയിൽ പെണ്ണ് വേഗം കഴിക്കാൻ തുടങ്ങി. 10 മണിയോടുകൂടി ഐഷു അച്ചുവിന്റെ അടുത്തേക്ക് വന്നു. അച്ചു, വാ ഐഷു. അച്ചുവിനെ കണ്ട് ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആണോ? എടി, 5 ദിവസം കൂടി കഴിഞ്ഞ ഹണിമൂണ് പോകുന്ന എവിടെയാണെന്നറിയോ? നിങ്ങളും പോകുന്നുണ്ടോ? അപ്പൊ നീയും ഉണ്ടോ? ദശേട്ടൻ പറഞ്ഞു. അപ്പൊ നീ വരുന്നത് ഹാവ്ലോക് ദ്വീപിലേക്കാണോ? അതേത് സ്ഥലം? ദശേട്ടൻ പറഞ്ഞ സിംഗപ്പൂർ എന്നാണല്ലോ. സിംഗപ്പൂരാ? അപ്പൊ നമ്മ 2 സ്ഥലത്താണോ? അതെ. ദശേട്ടന് ബുദ്ധിയുണ്ട്. പക്ഷെ എന്റെ കാലിനെന്തിനാ ഈ സ്ഥലം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഐഷു, നിനക്ക് ഉറപ്പാണോ ആ സ്ഥലം തന്നെയാണോ? അതേടാ, ഹാവ്ലോക് ബീച്ച് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഇത് എനിക്കുള്ള പണി തന്നെയാണെന്നാ തോന്നുന്നത്. നീ ചിരിക്കണ്ട, നിനക്കും കിട്ടും. തുടരും.